തന്റെ വീടിനോട് ചേർന്ന് 2 ഏക്കർ സ്ഥലം വനമാക്കി മാറ്റി പ്രകൃതിയുടെ കാവലാളായി മാറിയ ഒരു പരിസ്ഥിതി സ്നേഹിയുണ്ട്. കോതമംഗലം സ്വദേശിയായ ഒരു വക്കീൽ. ഈ പരിസ്ഥിതി ദിനത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടാം. കോതമംഗലം കോട്ടപ്പടി സ്വദേശി അഡ്വക്കേറ്റ് JP ജേക്കബ് വീടിനോട് ചേർന്നുള്ള 2 ഏക്കറോളം ഭൂമി കൃഷിക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാതെ പൂർണ്ണമായും വനമാക്കി മാറ്റിയിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ജൈവ വൈവിധ്യത്തിന്റെ അഭയകേന്ദ്രമാക്കി ഈ സ്ഥലത്തെ മാറ്റിയത്. മാതൃകാപരമായ പ്രവർത്തനം ഇന്ന് നാടിനൊന്നാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ പ്രദേശത്ത് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. ചൂട് കുറയ്ക്കാനും ഭൂഗർഭജല സംഭരണം വർദ്ധിപ്പിക്കാനും ഈ ചെറുവനം ഏറെ സഹായകരമാണ്. നഗരവൽക്കരണവും വനനശീകരണവും വർദ്ധിക്കുന്ന കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വ്യക്തികളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ഈ അഭിഭാഷകൻ സ്വജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. വിവിധയിനം പക്ഷി മൃഗാദികൾ ഇവിടെ വന്നു പോകാറുണ്ടെന്നും കൂടുതൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച ഈ സ്ഥലം നല്ലൊരു എവർഗ്രീൻ ഫോറസ്റ്റാക്കി മാറ്റണമെന്നുമാണ് ആഗ്രഹമെന്നും അഡ്വക്കേറ്റ് JP ജേക്കബ് പറഞ്ഞു. എൻ്റെ പേര് JP ജേക്കബ് എന്നാണ്. പ്രൊഫഷണൽ ഞാനൊരു അഡ്വക്കേറ്റാണ്. ഇവിടെ എൻ്റെ സ്വദേശം കോട്ടപ്പടി ആണ്. കോട്ടപ്പടിയിൽ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു 5 ഏക്കർ വസ്തുവുണ്ട്. അതിൽ ഒരു 2 ഏക്കറോളം വസ്തുവിൽ ധാരാളം മരങ്ങൾ സ്വമേധ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. എനിക്ക് വനത്തിന് എനിക്ക് കുറച്ച് പരിസ്ഥിതി സ്നേഹം ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ ധാരാളം കാപ്പിയുടെ തൈകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു എവർഗ്രീൻ ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന മരങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം, നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാപ്പി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഇതിൽ പഴയ കാലത്ത് മുതലുള്ള ആഞ്ഞിലികൾ, പ്ലാവ്, പിന്നെ പൂവം, പിന്നെ മണിമരുത്, തേമ്പാവ്, പിന്നെ ഈട്ടി ഉണ്ടായിരുന്നു. അതിപ്പോൾ അതിൻ്റെ തൈ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് ഉണങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ ഉണ്ടായതിൻ്റെ തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മയിലുകളെന്ന് പറഞ്ഞൊരു മരമുണ്ട്. പിന്നെ പ്ലാവ്, മാവ് ഉണ്ട്. മാവൊക്കെ ഇതിൽ ധാരാളം ഉണ്ടായിരുന്നു. ധാരാളം പക്ഷികളൊക്കെ ഇതിൽ വരാറുണ്ട്. ഞാൻ ഒരു പക്ഷി സർവേകൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ധാരാളം പക്ഷികൾ ഇവിടെ വരാൻ ഉള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ അതിനുള്ളൊരു സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ ഇതിൽ പാണ്ടം വേഴാമ്പലൊക്കെ വരാറുണ്ട്. പിന്നെ ധാരാളം മരംകൊത്തികൾ വരാറുണ്ട്. ഇവിടെ റെയറായിട്ട് നാട്ടിൻപുറത്ത് കാണാത്ത മരംകൊത്തികൾ വരാറുണ്ട്. പിന്നെ ബ്ലൂ ബിയേർഡ് ബീറ്ററുകളിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള, ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ് ബ്ലൂ ബിയേർഡ് ബീറ്റർ. അതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ജന്തുക്കളും, ചെറിയ ചെറിയ ജന്തുക്കൾ, കീരി, പെരുമ്പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ പല ഉടുമ്പ് ഒക്കെ വരാറുണ്ട്. എനിക്കിതൊരു നല്ല ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് ആക്കി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.